നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലികളെ പിടികൂടണമെന്ന ആവശ്യം. പാത്രംകുട്ടി പ്രതിഷേധിച്ച് മാർച്ച് നടത്തി. കണ്ണൂർ കുറുമാത്തൂർ സ്കൂൾ ബസ് അപകടം. മരണപ്പെട്ടത് കാസർഗോഡ് പനയാൽ സ്വദേശിയുടെ മകൾ നേധ്യ രാജേഷ്. കുട്ലൂം പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരം വജ്ര മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കേളുകുട്ടി അയ്യപ്പ ഭജന മന്ദിരം വാർഷികവും പുനഃപ്രതിഷ്ഠ മഹോത്സവവും. ശ്രദ്ധേയമായി തിരുവാതിരക്കളി. സച്ചു സതീഷിന് സഹായവുമായി കാഞ്ഞങ്ങാട് കൂട്ടായ്മ. 1,11,111 രൂപ കൈമാറി. തലപ്പാടി ടോൾഗേറ്റ് അധികൃതരുടെ വിവേചനം. ജനുവരി 8-ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. വാർത്തകൾ വിശദമായി. ബോവിക്കാനം ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലികളെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന ആവശ്യം. ബാവിക്കര കുന്നിൽ ഫ്രണ്ട്സ് നുസ്രത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ ബോവിക്കാനം സെക്ഷൻ ഓഫീസിലേക്ക് പാത്രം കൊട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. ബോവിക്കാനം ജനവാസ മേഖലയിലിറങ്ങിയ പുലികളെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്നാവശ്യപ്പെട്ട് ബാവിക്കര കുന്നിൽ ഫ്രണ്ട്സ് നുസ്രത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ ബോവിക്കാനം സെക്ഷൻ ഓഫീസിലേക്ക് പാത്രം കൊട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്ത് അംഗം അനീസ മൻസൂർ മല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. കാട്ടാനക്കൂട്ടങ്ങളും കാട്ടുപോത്തും കുരങ്ങും കാട്ടുപന്നിയും കർഷകരുടെ വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടും ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുലിയെ ഭയന്ന് പട്ടാപ്പകൽ പോലും ജനങ്ങൾക്ക് നടക്കാൻ ഭയക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇനിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവിടെ അറിയിക്കാനുള്ളത്. അബ്ദുൽ ഖാദർ കുന്നിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M. കുഞ്ഞമ്പു നമ്പ്യാർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് BM അബൂബക്കർ, പീപ്പിൾസ് ഫോറം പ്രസിഡന്റ് B. അഷ്റഫ്, മണികണ്ഠൻ ഓമ്പയിൽ, മുഹമ്മദ് കുഞ്ഞി കൊടുവളപ്പ്, അബ്ദുൽ റഹ്മാൻ ചാപ്പ, കബീർ മുസ്ലിയാർ നഗർ, കലാം പള്ളിക്കൽ, മുഹമ്മദ് കുഞ്ഞി ബാവിക്കര, അബൂബക്കർ ചാപ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹിളാ സാഹസ് കേരള യാത്ര ശനിയാഴ്ച ചെർക്കളയിൽ ആരംഭിക്കും. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്രമവും അഴിമതിയും മുഖമുദ്രയാക്കിയ പിണറായി വിജയൻ സർക്കാരിനെതിരെ എന്ന മുദ്രാവാക്യവുമായി സ്ത്രീകളുടെ പോരാട്ടത്തിനും ചെറുത്തുനിൽപ്പിനും തുടക്കം കുറിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര ശനിയാഴ്ച കാസർഗോഡ് ചെർക്കളയിൽ നിന്ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പിണറായി വിജയൻ സർക്കാരിൻ്റെ അക്രമത്തിൻ്റെയും അഴിമതിയുമുള്ള ഈ മുഖമുദ്രയുള്ള ഈ സർക്കാരിനെതിരെ സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും തുടക്കമാണ് മഹിളാ സാഹസ് കേരള യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനുവരി 4-ാം തീയതി 3 മണിക്ക് ചെർക്കളയിൽ AICCയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുകയും ഫ്ലാഗ് ഓഫ് ചെയ്യുകയും നടത്തുന്നതാണ്. KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചാർജ് വഹിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷി, UDF കൺവീനർ ശ്രീ MM ഹസൻ ഉൾപ്പെടെയുള്ള MP-മാർ, MLA-മാർ, KPCC നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് അന്തസ്സോടെയും അഭിമാനത്തോടുകൂടിയും സുരക്ഷിതത്വ ബോധത്തോടുകൂടിയും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജെബി മേത്തർ, മിനിമോൾ, രജനി രമാനന്ദൻ, പത്മിനി, സിന്ധു, മിനി ചന്ദ്രൻ, ഗീതാ കൃഷ്ണൻ, ധന്യ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ കുറുമാത്തൂർ സ്കൂൾ ബസ് അപകടം. മരണപ്പെട്ടത് കാസർഗോഡ് പനയാൽ സ്വദേശിയുടെ മകൾ നേധ്യ S. രാജേഷ്.
കണ്ണൂർ കുറുമാത്തൂരിൽ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത് കാസർഗോഡ് പനയാൽ സ്വദേശിയും വിവാഹശേഷം കുറുമാത്തൂരിൽ താമസമാക്കുകയും ചെയ്ത MP രാജേഷിന്റെ മകളായ നേദ്യ എസ് രാജേഷ്. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് ബുധനാഴ്ച വൈകിട്ട് ചെങ്ങളായി പഞ്ചായത്തിലെ വളക്കൈ പാലത്തിന് സമീപം മറിഞ്ഞത്. കുറുമാത്തൂരിലെ സ്കൂളിൽ നിന്ന് പുറപ്പെട്ട ബസ് കീരാത്ത് ഭാഗങ്ങളിലെ കുട്ടികളെ ഇറക്കിയ ശേഷം വളക്കൈ പാലത്തിന് സമീപത്തെ അങ്കണവാടി റോഡിലൂടെ ഇറക്കമിറങ്ങി വരുമ്പോൾ നിയന്ത്രണം വിട്ട് സംസ്ഥാന പാതയിലേക്ക് മറിയുകയായിരുന്നു. ഇതിനിടെ നേദ്യ പുറത്തേക്ക് തെറിച്ചു വീണു. 2 തവണ മലക്കം മറിഞ്ഞ ബസ്സിനടിയിൽ നിന്ന് നാട്ടുകാരാണ് ബസ് ഉയർത്തി നേദ്യയെ പുറത്തെടുത്തത്. ആശുപത്രിയിലെത്തുമ്പോഴേക്കും മരിച്ചിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഡ്രൈവർ നിസാമിന്റെ പ്രതികരണം. അതേസമയം അപകടത്തിന് കാരണമായത് ഡ്രൈവറുടെ അശ്രദ്ധയെന്നും വാഹനത്തിന് രേഖാപരമായി ഫിറ്റ്നസ് ഇല്ലെന്നും MVD. ബ്രേക്കിന് പ്രശ്നങ്ങളുള്ളതായി പ്രാഥമിക വിവരമില്ലെന്നും വാഹനത്തിന് 14 വർഷത്തെ പഴക്കമുണ്ടെന്നും വാഹനം ഓടിച്ചത് അമിത വേഗതയിലുമായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനമെന്നും MVD ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൂഡ്ലു പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരം വജ്ര മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കൂഡ്ലു പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരം വജ്ര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നാടിനെ ഭക്തിസാന്ദ്രമാക്കി. മീപ്പുകുരി ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ നിന്നും പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരം വരെയായിരുന്നു ഘോഷയാത്ര നടന്നത്. ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരന്നു. തുടർന്ന് വിവിധ ഭജനാസംഘങ്ങൾ അവതരിപ്പിക്കുന്ന ഭജനാപരിപാടി. ഉച്ചയ്ക്ക് 12 മഹാപൂജ, പ്രസാദം വിതരണം, അന്നപ്രസാദം. രാത്രി 8 മണിക്ക് രാംദാസ് നഗർ ഫ്രണ്ട്സ്, ധർമ്മശാസ്ത്ര കൾച്ചറൽ ഫോറം, യുവജ്യോതി ഫ്രണ്ട്സ്, കസ്തൂർസി കോട്ടക്കണി, സന്ധ്യ ഫ്രണ്ട്സ്, ദാസ് ബാഡ്മിന്റൺ കോർട്ട് കമ്മിറ്റി തുടങ്ങിയവർ സ്പോൺസർ ചെയ്യുന്ന കൃപാകടാക്ഷത്തിന് കാത്തുകൂതരാകണമെന്നും എല്ലാ ഭക്തമഹാജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. സ്വാമിയുടെ കണ്ണിക്കാവേറ്റതുള്ളി അതിനും സ്വാമിയുടെ പഴമക്കാത്തുള്ളി അംഗോമകം തേച്ചുള്ളി അപ്പോൾ പൂങ്കാവനം തവിട്ടാൻ അനുമതി ചൊല്ലി. ജനുവരി 2 ಬೆಳಿಗ್ಗೆ 9 ಗಂಟೆಗೆ തന്ത്രിവര്യരാದ ബ്രഹ്മശ്രീ ഉയർത്തായ വിഷ്ണുമാത്ര. 4 ദിവസങ്ങളിലായി നടക്കുന്ന വജ്ര മഹോത്സവം ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേളുകുഡ്ടെ അയ്യപ്പ ഭജന മന്ദിരം 41ാമത് വാർഷികവും പുനഃപ്രതിഷ്ഠ മഹോത്സവവും നാടിനെ ഭക്തി നിർഭരമാക്കുന്നു. ശാസ്ത മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി ശ്രദ്ധേയമായി. 41ാമത് കേളുകുഡ്ടെ അയ്യപ്പ ഭജന മന്ദിരം വാർഷികവും പുനഃപ്രതിഷ്ഠ മഹോത്സവവും നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു. ബുധനാഴ്ച ശ്രീശാസ്ത മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിര ശ്രദ്ധേയമായി. വ്യാഴാഴ്ച രാവിലെ അഷ്ടോത്തര ശതനാളികേര ഗണപതി ഹോമത്തോടുകൂടി പൂജാകർമ്മങ്ങൾക്ക് തുടക്കമായി. തുടർന്ന് പൂർണാഹുതി, മഹാപൂജ, പ്രസാദ വിതരണം എന്നിവ നടന്നു.
ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. നിരവധി ഭക്തർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രകൃതി ചൂഷണത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രതിഷേധിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ എൻ കേശവ് നായക്. പ്രകൃതി വിഭവങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് വ്യാപകമായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധമെന്ന് എൻ കേശവ് നായക് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണും മരങ്ങളും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് വ്യാപകമായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പ്രതിഷേധിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ എൻ കേശവ് നായക് അറിയിച്ചു. നിയമങ്ങൾ കാറ്റിൽ പറത്തി കഴിഞ്ഞ കുറേ കാലങ്ങളായി അനന്തപുരം വ്യവസായ പാർക്കിനോട് ചേർന്ന് മരത്തടികളും മണ്ണും തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ 30 വർഷമായി പോരാട്ടം തുടർന്നുവരുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കടക്കം നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുക്താക്കാൻ വേണ്ടി ഞാൻ മഞ്ചേശ്വരത്തിൽ ഇന്നേ ഞാൻ MLA ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട് മാധ്യമക്കാരുടെ പിന്നെ സ്ട്രിക്റ്റ് ഓഫീസർക്കൾക്ക് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മാത്രം ഈ തീരുമാനത്തിൽ ഏതൊരു അംശത്തിന് ഞാൻ നിൽക്കില്ല. ഞാൻ ഉറപ്പായിട്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2026 ഞാൻ ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് അത് ഉറപ്പാണ് തിരിച്ചു എടുക്കുകയില്ല. ആരും വന്നിട്ട് ഞങ്ങൾക്ക് വെന്നതും വേണ്ട. ഞാൻ ഉറപ്പായിട്ട് മഞ്ചേശ്വരം ക്ഷേത്രത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്നു. കോടികളുടെ നികുതി വെട്ടിലൂടെ നിയമലംഘനം നടത്തുന്ന മാഫിയകളെക്കുറിച്ച് വകുപ്പ് മേധാവികൾക്ക് കൃത്യമായ വിവരം ലഭ്യമായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും കേശവ് നായക് കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തലപ്പാടി ടോൾ ഗേറ്റ് അധികൃതരുടെ വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. ജനുവരി 8 ടോൾ ഗേറ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. തലപ്പാടി ടോൾ ഗേറ്റ് സ്ഥാപിച്ചപ്പോൾ കേരള കർണാടകയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ ടോൾ പിരിവിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ക്രമേണ ഇത് കർണാടക സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും കേരളത്തിൽ നിന്നുള്ളവർക്ക് ഇളവ് ഒഴിവാക്കുകയും ഈ ഭാഗത്തു നിന്ന് പോകുന്ന വാഹനങ്ങൾക്ക് ടോൾ പിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ഇതിന്റെ ഭാഗമായി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെവിനോ മൊന്തോരയുടെ അധ്യക്ഷതയിൽ ടോൾ ഗേറ്റ് ആക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സണുമായി ചേർന്ന യോഗത്തിൽ ജനുവരി 8 തലപ്പാടി ടോൾ ഗേറ്റ് പരിസരത്ത് സൂചനാ സായാഹ്ന ധർണ നടത്താൻ തീരുമാനമായി. അധികൃതരുടെ ഭാഗത്തു നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടായില്ലെങ്കിൽ നീതി ലഭിക്കും വരെ സമരം തുടരാനും യോഗത്തിൽ തീരുമാനമായി. നാട്ടുകാരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള പൂരക്കളി കലാ അക്കാദമി ചെറുവത്തൂർ മേഖലാ സമ്മേളനം ജനുവരി 5 കാലിക്കടവിൽ നടക്കും. കരക്കക്കാവ് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് ഒരുക്കങ്ങളായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. പൂരക്കളി രംഗത്ത് സജീവമായിട്ടുള്ള ഒളവറ മുതൽ നീലേശ്വരം വരെയുള്ള 24 ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറുവത്തൂർ മേഖലയിലെ 200ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കാലിക്കടവ് കരക്കക്കാവ് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 പ്രതിനിധി സമ്മേളനം കേരള പൂരക്കളി അക്കാദമി ചെയർമാൻ കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് എൻ അപ്പു അധ്യക്ഷത വഹിക്കും. പൂരക്കളി അക്കാദമി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ഗോപാലകൃഷ്ണൻ പണിക്കർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. വൈകുന്നേരം 3 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ മികവ് നേടിയവരെ ചടങ്ങിൽ ആദരിക്കും. വൈകുന്നേരം ആണ്ടൂൾ രാജേഷ് പണിക്കറും കൊയോങ്കര രാജീവൻ പണിക്കറും തമ്മിൽ മറത്തുകളി നടക്കും. തുടർന്ന് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രം പൂരക്കളി കലാ അക്കാദമി യൂണിറ്റ്, വേങ്ങേക്കോട്ട് ഭഗവതി ക്ഷേത്രം യൂണിറ്റ്, കൊയോങ്കര പയ്യങ്കൽ ഭഗവതി ക്ഷേത്രം യൂണിറ്റുകൾ പങ്കെടുക്കുന്ന പൂരക്കളി പ്രദർശനം നടക്കും. M. ശ്രീധരൻ, CK രഘുനാഥ്, N. അപ്പു, P. കുമാരൻ, PK രവീന്ദ്രൻ, PV പ്രമോദ്, മാമുനി സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ കടുമേനി സർക്കാരി ഉന്നതിയിലെ സച്ചു സതീഷിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കാഞ്ഞങ്ങാട് കൂട്ടായ്മയുടെ കൈത്താങ്ങ്. 1,11,111 രൂപ കൈമാറി. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ തോമാപുരം സെന്റ് തോമസ് സ്കൂളിലെ സച്ചു സതീഷിന് വേണ്ടി കാഞ്ഞങ്ങാട്ടെ കൂട്ടായ്മയാണ് പണം സ്വരൂകൂട്ടിയത്. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കൂട്ടായ്മയിലെ പ്രവർത്തകർ ചേർന്ന് ചെക്ക് കൈമാറി. മാധ്യമപ്രവർത്തകൻ VU മാത്യുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം മുഴുവൻ ധന്യമാക്കുന്നതിന് തുല്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അതിനാദ്യം തന്നെ ഈ നമ്മളുടെ ഈ കൂട്ടായ്മയിലെ എല്ലാവരെയും
അതുപോലെ തന്നെ സച്ചു സതീഷിന്റെ അമ്മ ബിന്ദുവിനെയും എല്ലാവരും അഭിനന്ദിക്കുകയാണ്. കാരണം മാതൃഭൂമിയോടും അതുപോലെ തന്നെ ഈ സച്ചു സതീഷിന്റെ ഈ നേട്ടത്തോടും ചേർന്ന് നിൽക്കാൻ ഇവർക്ക് എല്ലാവർക്കും ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിവിടെ ഒത്തുകൂടാനായത്. അപ്പോൾ മറ്റൊരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് സച്ചു സതീഷിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ജയകൃഷ്ണൻ പറഞ്ഞു, അതുപോലെ തന്നെ അധ്യക്ഷനും സൂചിപ്പിച്ചു എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒരു ജില്ലാ തലത്തിൽ അതുപോലെ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഇത്രയും മത്സരം നടക്കുന്ന അതിൽ ഇങ്ങനെ ഒരു ഉയരങ്ങളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലേക്ക് ഈ പങ്കെടുത്ത 3 യോഗ്യത നേടി. ഇപ്പോൾ 1 2 ഒക്കെ ആണെങ്കിൽ അങ്ങനെ, പക്ഷേ പങ്കെടുത്ത 3 യോഗ്യത നേടാനായി എന്നുള്ളതാണ്. കൂട്ടായ്മയിലെ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷനായി. കർഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ദിവാകരൻ കടിഞ്ഞിമൂലയും അർബുദത്തെ അതിജീവിച്ച കെ വാസന്തിയും സച്ചുവിന് പുസ്തകങ്ങൾ സമ്മാനിച്ചു. ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന രാജാമണി കുഞ്ഞിമംഗലം ക്യാഷ് പ്രൈസ് നൽകി. സാമൂഹിക പ്രവർത്തകൻ എം കെ വിനോദ് കുമാർ, മാധ്യമപ്രവർത്തകൻ ഇ വി ജയകൃഷ്ണൻ, കാഞ്ഞങ്ങാട് സീനിയർ ചേംബർ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ, കവയിത്രി സി പി ശുഭ, ഹോസ്തുർഗ മാരിയമ്മ ക്ഷേത്രം ചെയർമാൻ ബി മുകുന്ദപ്രഭു, മുസ്ലിം ലീഗ് നേതാവ് എ ഹമീദ് ഹാജി, ബിജെപി നേതാവ് എച്ച് ആർ ശ്രീധരൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ്, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ PTA പ്രസിഡന്റ് അഹമ്മദ് കിർമാണി, കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ, മുസ്ലിം സർവീസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി PM അബ്ദുൽ നാസർ, അജാനൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് KV സുനിൽ രാജ്, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് നാരായണൻ മുതൽ, സിനിമാ താരം സിജി രാജൻ, അജിത് പാട്ടിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ദിവ്യബലിക്ക് പാപ്പിനിശ്ശേരി അമലോത്ഭവ മാതാപ്പള്ളി വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 5 ദിവസം നീളുന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തോലന്റെ തിരുനാൾ ആഘോഷത്തിന് ബുധനാഴ്ച വൈകുന്നേരം തൃക്കരിപ്പൂർ പള്ളിയിൽ കൊടിയേറി. വിശുദ്ധന്റെ നൊവേനക്കും ജപമാലയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ വീനു കയ്യാനിക്കൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റി. പാപ്പിനിശ്ശേരി അമലോത്ഭവ മാതാപ്പള്ളി വികാരി ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജേക്കബ് മാവുങ്കൽ വചന സന്ദേശം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. 2ാം ദിവസത്തെ ദിവ്യബലിക്ക് ഏഴിമല ലൂർദ് മാതാപ്പള്ളി വികാരി ഫാദർ ജസ്റ്റിൻ എടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പിലിക്കോട് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിനോ ചക്കാലക്കൽ വചന സന്ദേശം നൽകും. ജനുവരി 3 വൈകുന്നേരം നടക്കുന്ന ദിവ്യബലിക്ക് കാഞ്ഞങ്ങാട് ഫൊറോന വികാരി ഫാദർ ആൻസിൽ പീറ്റർ മുഖ്യ കാർമ്മികനാവും. എടാട്ട് കപ്പുച്ചിൻ ആശ്രമത്തിലെ ഫാദർ റിൻഡോ ചന്ദ്രൻകുന്നിൽ വചന സന്ദേശം നൽകും. ജനുവരി 4 ശനിയാഴ്ച വൈകുന്നേരം 5 നടക്കുന്ന ദിവ്യബലിക്ക് കണ്ണൂർ രൂപത സഹായമെത്രാൻ ഡോക്ടർ ഡെന്നീസ് കുറുപ്പശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഷിജു സഹകാർമ്മികത്വം വഹിക്കും. പയ്യന്നൂർ അമലോത്ഭവ മാതാപ്പള്ളി വികാരി ഫാദർ ലിൻഡോ സ്റ്റാൻലി വചന സന്ദേശം നൽകും. തുടർന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തോലന്റെ സ്വരൂപം വഹിച്ച് തൃക്കരിപ്പൂർ ടൗണിലേക്ക് അനുഗ്രഹയാത്ര നടത്തും. ജനുവരി 5 ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 10:30 നടക്കുന്ന സമൂഹബലിക്ക് കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ വികാരി ഡോക്ടർ ജെറോം ചിങ്ങന്തറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഷിബു മണ്ണഞ്ചേരിയിൽ സഹകാർമ്മികനാവും. ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണ വിതരണവും നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആടിയും പാടിയും പുതുവർഷത്തെ വരവേറ്റ് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും. ആരോഗ്യ ബോധവൽക്കരണ വീഡിയോ പ്രകാശനവും നടന്നു. പുത്തൻ പ്രതീക്ഷകളുമായി വന്നെത്തിയ പുതുവർഷത്തെ ആടിയും പാടിയുമാണ് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും വരവേറ്റത്. പുതുവത്സര സമ്മാനമായി പുറത്തിറക്കിയ ആരോഗ്യ ബോധവൽക്കരണ വീഡിയോയുടെ പ്രകാശനവും നടന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു കൊല്ലം തുടങ്ങിയിട്ട് ജനുവരി മുതൽ ഡിസംബർ വരെ ഓരോ ദിവസവും എന്തെങ്കിലും ഒന്നുണ്ടാവും. ഇന്ന് ന്യൂ ഇയർ ഡേ ആണ്. നമ്മൾ പല പല ദിവസങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഡേ, മറ്റേ ഈ ഡേ, അല്ലെ കുറേ ഡേയ്സ് ഉണ്ട്. ഹാർട്ട് ഡേ, ഡയബറ്റിക് ഡേ, നമ്മൾ വാക്കിംഗ് ഡേ, എല്ലാത്തിനും ഉണ്ട് ഡേയ്സ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോ ഡേ വരുമ്പോഴും ഓരോ ദിനം വരുമ്പോഴും നമ്മൾ അതിൻ്റെ തീം വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. അത് പൊതുജനങ്ങൾക്കിടയിൽ നല്ല ആരോഗ്യശീലം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയെടുക്കാറുണ്ട്. സ്റ്റാഫ് കൗൺസിൽ ചെയർമാൻ MV രാജീവൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിപിൻ കെ നായർ, ഡോക്ടർ അഖിൽ അശോകൻ, ഡോക്ടർ MA നിസാർ, ഡോക്ടർ SJ സായി പ്രിയ, ഡോക്ടർ മൈഥിലി രാമചന്ദ്രൻ, ഡോക്ടർ ചിത്ര ശിവൻ, ഡോക്ടർ ഫിറോസ് അബ്ദുള്ള, നഴ്സിംഗ് സൂപ്രണ്ട് മിനി ജോസഫ്, സ്റ്റോർ സൂപ്രണ്ട് രാജേഷ് കുമാർ P, JPHN ചന്ദ്രിക A, ലാബ് ടെക്നീഷ്യൻ ലാൽ GS, നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് പുങ്ങംചാൽ എന്നിവർ സംസാരിച്ചു.
സ്റ്റാഫ് സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ വി സ്വാഗതവും ട്രഷറർ ജമീൽ അഹമ്മദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ജീവനക്കാരുടെയും ഫാർമസി ട്രെയിനീസിന്റെയും ആശാപ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾക്ക് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു. ചെയർപേഴ്സൺ KV സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ സർക്കാർ വിദ്യാലയങ്ങളിലെ ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ലാപ്ടോപ്പുകളും മറ്റ് ഉപകരണങ്ങളും വിതരണം ചെയ്തു. 2024-25 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 23 ലക്ഷം രൂപ ചെലവഴിച്ച് ലാപ്ടോപ്പ്, പ്രിന്റർ, സ്കാനർ തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 15 സർക്കാർ സ്കൂളുകൾക്കാണ് ഉപകരണങ്ങൾ കൈമാറിയത്. ചെയർപേഴ്സൺ KV സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. മേലാങ്കോട് സ്കൂൾ പിന്നെ അവസാനം അനിമാഷോട് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു, ഇങ്ങനെ മൊത്തത്തിലുള്ള സൗണ്ട് വേണ്ട, ഞങ്ങൾക്ക് റൂമുകളിലേക്ക് മതി, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിലും മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഒഴിവാക്കപ്പെട്ടപ്പോൾ എങ്ങനെയോ GUPSഉം ഒഴിവായി. അതിപ്പോൾ തൽക്കാലത്തേക്ക് പരിഹരിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റൊരു സൗണ്ട് സിസ്റ്റം അവിടെ എത്തിച്ചിട്ട്. അപ്പോൾ നമുക്ക് എല്ലായിടത്തും എല്ലാം എത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാഷ് അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുത്ത് ഓരോ സ്കൂളിലേക്കും, ഹയർ സെക്കൻഡറി സ്കൂൾ വരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതലാണ്. അപ്പം അങ്ങനെ സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ സ്പോർട്സ് കിറ്റ് വരാൻ വേണ്ടി പോവാണ്. LP സ്കൂൾ അടക്കം സ്പോർട്സ് കിറ്റ് സപ്ലൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞു അല്ലേ മാഷേ? സ്പോർട്സ് കിറ്റിൻ്റെ ഈ മാസം തന്നെ അത് വിതരണം ചെയ്യപ്പെടും. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. അഹമ്മദ് അലി, K. ലത, KV സരസ്വതി, K. അനീശൻ, K. പ്രഭാവതി, നഗരസഭാ കൗൺസിലർമാരായ വന്ദന ബൽരാജ്, PV മോഹനൻ, K. രവീന്ദ്രൻ, C. രവീന്ദ്രൻ, T. ബാലകൃഷ്ണൻ, KV മായാകുമാരി, ഫൗസിയ ഷെരീഫ്, CH സുബൈത എന്നിവർ സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥൻ ഡോക്ടർ EV സുരേഷ് ബാബു സ്വാഗതവും MEC സെക്രട്ടറി ഉഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലികളെ പിടികൂടണമെന്നാവശ്യം. പാത്രം കൊട്ടി പ്രതിഷേധിച്ച് മാർച്ച് നടത്തി. കണ്ണൂർ കുറുമാത്തൂർ സ്കൂൾ ബസ് അപകടം. മരണപ്പെട്ടത് കാസർഗോഡ് പനയാൽ സ്വദേശിയുടെ മകൾ നേധ്യ രാജേഷ്. കുട്ലൂം പാറക്കട്ട അയ്യപ്പ ഭജന മന്ദിരം വജ്ര മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കേളുകുട്ടി അയ്യപ്പ ഭജന മന്ദിരം വാർഷികവും പുനഃപ്രതിഷ്ഠ മഹോത്സവവും. ശ്രദ്ധേയമായി തിരുവാതിരക്കളി. സച്ചു സതീഷിന് സഹായവുമായി കാഞ്ഞങ്ങാട് കൂട്ടായ്മ. 1,11,111 രൂപ കൈമാറി. തലപ്പാടി ടോൾഗേറ്റ് അധികൃതരുടെ വിവേചനം. ജനുവരി 8-ന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.